നിറവിലേക്ക് സ്വാഗതം. ഈശോയാൽ സ്വന്തമാക്കപ്പെടുകയും ഈശോയെ സ്വന്തമാക്കുകയും ചെയ്യുമ്പോഴാണ് സ്നേഹത്തിൻ്റെ പരമമായ ലക്ഷ്യം കൈവരിക്കുന്നത്. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡിൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം.
ഇനിയൊരു ചെറിയ ചിന്തയാണ്. മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ കഥയുമായി ബ്രദർ ബോണി ചെല്ലാനം നമ്മളോട് സംസാരിക്കുന്നു. ആൻ്റണി ഡിമെല്ലോയുടെ സോങ് ഓഫ് ദി ബേർഡ്, കിളിപ്പാട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു മനുഷ്യൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളും ആരാധനയും സ്തുതിയും സ്തോത്രങ്ങളുമെല്ലാം സമർപ്പിക്കുന്നു. ഒരൊറ്റ ദിവസം പോലും അത് മുടക്കില്ല. എന്നാലും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥപ്പെട്ടിരുന്നു. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വസ്ഥതയിലേക്കാണല്ലോ വരേണ്ടത്. അയാൾക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം അദ്ദേഹത്തോട് പറയും, നീ എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക്. ഈ സ്വരം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത വരും. കാരണം ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ഈ മനുഷ്യൻ ഒട്ടും ശക്തനല്ലായിരുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത്, ദൈവത്തിൻ്റെ കണ്ണുകളിൽ എൻ്റെ പാപത്തിൻ്റെ കണക്കുകൾ ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. മറ്റൊന്ന്, ഇനി മുതൽ താൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള നിബന്ധനകൾ ഉണ്ടായേക്കാം എന്നുള്ള കാര്യവും അദ്ദേഹത്തെ ഭയപ്പെടുത്തി. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ കണ്ണുകളിൽ നോക്കാനായിട്ട് അദ്ദേഹത്തിന് ധൈര്യമില്ലായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കാതെ കൂടെ കൂടെ ഈ എൻ്റെ കണ്ണിൽ നോക്കെന്നുള്ള സ്വരം കേട്ട് അസ്വസ്ഥനായി അയാൾ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോരുകയാണ് പതിവ്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നു. ഒടുവിൽ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തോട് പറയുകയാണ്, എന്തെങ്കിലും ഒരിക്കൽ നോക്കണ്ടേ ആ കണ്ണുകളിലേക്ക്? എങ്ങനെ ഇത്രയും നാളും ഈ ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കാതെ എങ്ങനെ മുന്നോട്ട് പോകും? എനിക്ക് നോക്കണം, ദൈവത്തിൻ്റെ കണ്ണിലേക്ക് എനിക്ക് നോക്കണം. അദ്ദേഹം സ്വയം പരിവപ്പെടുത്തിയെടുത്തു, ധൈര്യം സംഭരിച്ചു. ഒരു ദിവസം എല്ലാ ഭയചിന്തകളെയും സ്വയം മാറ്റിക്കളഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വരുന്നു, സ്തുതികൾ ആലപിച്ചു തുടങ്ങുന്നു. എന്നും കേൾക്കാറുള്ള ആ സ്വരം കാതുകളിൽ വന്നു, നീ എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക്. അത്രയും നാളും തനിക്കില്ലാതിരുന്ന ധൈര്യം സ്വയം ആർജിച്ചെടുത്ത് ആ ചെറുപ്പക്കാരൻ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ദൈവത്തിൻ്റെ കണ്ണുകളിൽ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആ കണ്ണുകളിൽ എഴുതി വച്ചിരിക്കുന്നു. അത്ഭുതപ്പെട്ടു ചെറുപ്പക്കാരൻ. താൻ വിചാരിച്ചതൊന്നുമില്ല, പാപത്തിൻ്റെ കണക്കുകളില്ല, ഇനി എങ്ങനെ ജീവിക്കണമെന്നുള്ള നിബന്ധനകളില്ല. ഒന്ന് മാത്രം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. വീണ്ടും വീണ്ടും ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇനിയും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആ കണ്ണുകളിൽ എഴുതി വരുമെന്ന് വിചാരിച്ച് ആ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഒരൊറ്റ കാര്യം മാത്രം ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കുറേ അധികം സമയം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, മറ്റൊന്നും നിനക്ക് പറയാനില്ലേ? ദൈവം പറഞ്ഞു, ഇത് മാത്രമേ ഉള്ളൂ. ഇത് പറയാനാണ് ഈ വർഷങ്ങളും നാളുകളുമെല്ലാം ഞാൻ നിന്നോട് എൻ്റെ കണ്ണിലേക്ക് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ചെറുപ്പക്കാരൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. എത്ര നാളുകളായി, എത്ര വർഷങ്ങളായി താനിത് നഷ്ടപ്പെടുത്തി കളയുന്നു. ആ ചെറുപ്പക്കാരൻ പുറത്തുപോയി പത്രോസിനെ പോലെ നിരന്തരം കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. ദൈവത്തിന് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ആ നിറവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. പണ്ട് വായിച്ചിട്ടുള്ള ഒരു മുത്തശ്ശി കഥ കൂടി പറയാം. കഥ ഇങ്ങനെയാണ്: ഒരു ഗ്രാമത്തിൻ്റെ മലമുകളിൽ
പെട്ടെന്നൊരു ദിവസം ഒരു രാക്ഷസൻ പ്രത്യക്ഷപ്പെടുന്നു. അലമുറയിട്ട് ഉഗ്രസ്വരത്തിൽ രാക്ഷസൻ ആ ഗ്രാമവാസികളോട് പറഞ്ഞു, എന്നോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ളവരെ വിടുക. എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാലേ നിങ്ങൾക്ക് ഇനി രക്ഷയുള്ളൂ. ഞാനാണ് ജയിക്കുന്നതെങ്കിൽ വരുന്നയാളെ ഞാൻ കൊന്നു തിന്നും. കാരണം എനിക്ക് ഒരു ദിവസം ഒരു മനുഷ്യ ശരീരത്തെ ഭക്ഷിക്കണം. അതുകൊണ്ട് വേഗം വിടൂ, എനിക്ക് നിങ്ങളിൽ ഒരാളുമായി യുദ്ധം ചെയ്യണം. രാക്ഷസൻ്റെ ഈ അലർച്ച കേട്ട് ഗ്രാമവാസികളെല്ലാം നടുങ്ങി. കുട്ടികളും സ്ത്രീകളുമെല്ലാം കരയാൻ തുടങ്ങി. രാജാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒടുവിൽ ആ ഗ്രാമത്തിൽ പേരുകേട്ട നല്ല 6 പാക്ക് മസിലൊക്കെയുള്ള ഒരു വില്ലാളി വീരനായ ഒരു ചെറുപ്പക്കാരൻ രാജസന്നിധിയിൽ വരികയാണ്. അവൻ നിയോഗിക്കപ്പെടുകയാണ് രാക്ഷസനുമായിട്ട് യുദ്ധം ചെയ്യാൻ. രാജാവിൻ്റെ കൽപ്പനയാണ്. തനിക്കുള്ള മസിലെല്ലാം പുറമേ കാണിച്ച് ധൈര്യം സംഭരിച്ച് ആ ചെറുപ്പക്കാരൻ രാക്ഷസനുമായി യുദ്ധം ചെയ്യാനായി മലമുകളിലേക്ക് പോകും. എല്ലാവരും ആകാംക്ഷയോടെ വിറങ്ങലിച്ച് നോക്കി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? രാക്ഷസൻ ആ മസിൽ മാനെ മുഴുവനായും തോൽപ്പിച്ചു. അവൻ്റെ ജീവിതം അവിടം കൊണ്ട് തീർന്നു. പിറ്റേ ദിവസം അടുത്ത ആൾ പോണം. അടുത്ത മസിലുള്ള ആൾ നിയോഗിക്കപ്പെട്ടു. അദ്ദേഹവും രാക്ഷസനുമായി യുദ്ധം ചെയ്യാനായി ചെന്നു. ഇന്നലത്തേത് തന്നെ ആവർത്തിച്ചു. കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ രാജ്യത്തുള്ള ചെറുപ്പക്കാർ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ഓരോരുത്തരായി രാക്ഷസൻ്റെ ഭക്ഷണമായി തീർന്നു. ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ഗ്രാമവാസികൾക്ക് വല്ലാത്ത ആകുലതയാണ്. ഇനി എന്തു ചെയ്യും? ഇങ്ങനെ പോയാൽ എന്താണ് സംഭവിക്കുക? രാജ്യത്തുള്ള ധൈര്യസമ്പാദികളായ അല്ലെങ്കിൽ ധൈര്യമുള്ളവരായ എല്ലാ ചെറുപ്പക്കാരും തീരാൻ തുടങ്ങി. ഇനി ആര് പോകും? എല്ലാവർക്കും വിഷമമായി. പോകാൻ ആളില്ല. രാക്ഷസനാണെങ്കിൽ മലമുകളിൽ നിന്ന് അലമുറയിട്ട് വിളിക്കുകയാണ്. ഒടുവിൽ രാക്ഷസൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു. രാക്ഷസൻ മലമുകളിൽ നിന്ന് താഴേക്ക് വരാൻ തുടങ്ങി. രാക്ഷസൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, വേഗം ആരെങ്കിലും വിടൂ. പോകാൻ ആളില്ലാതെ ജനം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ ഗ്രാമത്തിലെ ഒരു വീട്ടിലെ ഒരു കുഞ്ഞു പെൺകുട്ടി, വളരെ ചെറിയൊരു പെൺകുട്ടി, 4-5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ പോകാം. അവളുടെ മാതാപിതാക്കൾ അവളെ പിന്നിലേക്ക് വലിച്ചു. കുട്ടി, നിനക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്, നീ എന്താണ് ഈ ചെയ്യുന്നത്? മാതാപിതാക്കൾ അവളെ ഇങ്ങനെ ചേർത്ത് നിർത്തി, പോകരുത്. അവൾ പറഞ്ഞു, എനിക്ക് പോകണം, എനിക്ക് രാക്ഷസനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മാതാപിതാക്കൾ ചേർത്ത് പിടിച്ചവൾ അവരുടെ കയ്യിൽ നിന്ന് കുതറി ഓടി. രാക്ഷസൻ്റെ അടുക്കിലേക്ക് അവൾ ഓടുന്നത് കണ്ട് മാതാപിതാക്കളും ബാക്കിയുള്ള ജനങ്ങളുമെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ വിറങ്ങലിച്ചു നിന്നു. രാക്ഷസൻ്റെ അടുത്ത് എന്ന് ഈ പെൺകുട്ടി എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ രാക്ഷസൻ അവളെ ഒന്ന് തൊടാൻ മാത്രമേ ഉള്ളൂ. ചെറിയ പെൺകുട്ടി. രാക്ഷസൻ ഈ പെൺകൊച്ചിനെ കണ്ടപ്പോൾ തന്നെ പരിഹസിച്ചതാണെന്നാണ് കരുതിയത്. എന്നാൽ ഈ കുട്ടി എന്താണ് ചെയ്തതെന്നറിയാമോ? അവൾ ഓടിച്ചെന്ന് തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് രാക്ഷസനെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. കയ്യിൽ എവിടെ ഒതുങ്ങാൻ രാക്ഷസനെ കെട്ടിപ്പിടിച്ചിട്ട് അവൾ കവിളിൽ ഒരു ഉമ്മം കൊടുത്തു. രാക്ഷസൻ്റെ കവിളിൽ ഒരു ഉമ്മം കൊടുത്തിട്ട് അവൾ ചെവിയിൽ പറഞ്ഞു, രാക്ഷസനെങ്കിൽ പ്ലീസ് ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ പാവത്തുങ്ങളാണ്. ദേ, രാക്ഷസനങ്കിളിന് തരാൻ എൻ്റെ അങ്കിൾ എനിക്ക് തന്ന ചോക്ലേറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് നല്ല മധുരമാണ്. ഈ ചോക്ലേറ്റ് കഴിച്ചാൽ പിന്നെ രാക്ഷസനങ്ങളും അങ്കിളിന് മനുഷ്യരെ ഭക്ഷിക്കാൻ തോന്നില്ല. ഇവളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാക്ഷസൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ രാക്ഷസൻ്റെ കൊമ്പുകൾ കൊഴിഞ്ഞു വീണു. രാക്ഷസ രൂപം മാറി ഒരു രാജകുമാരൻ്റെ രൂപമായി മാറി. മുത്തശ്ശിക്കഥ അവസാനിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ദുർമന്ത്രവാദിനി
ഈ രാജകുമാരനെ ശപിച്ചതാണ്. അന്ന് കിട്ടിയതാണ് ഈ രാക്ഷസരൂപം. ആ ശാപവാക്കുകൾ പറയുന്നതോടൊപ്പം അന്ന് മന്ത്രവാദിനി ഇങ്ങനെ പറഞ്ഞിരുന്നു, നിന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും സ്നേഹത്തോടെ ഒരു ഉമ്മം വെച്ചാൽ അല്ലാതെ നിനക്ക് ശാപമോക്ഷമില്ല. ആര് നിൻ്റെ കവിളിൽ സ്നേഹത്തോടെ ഉമ്മം വയ്ക്കുന്നുവോ അന്ന് നീ പഴയ രൂപത്തിലായിത്തീരും. പ്രിയമുള്ളവരെ, ദുർമന്ത്രവാദിനിയുടെ ശാപം വിട്ടുമാറാൻ ഈ കൊച്ചു പെൺകുട്ടിയുടെ ഒരു ചുംബനം മതിയായിരുന്നുവെന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാകുകയാണ്. സ്നേഹത്തോടെ ഒരു ഉമ്മം വെച്ചാൽ ഏതു രാക്ഷസനും രാജകുമാരനായി തീരുമെന്ന് പറയുന്ന മനോഹരമായൊരു മുത്തശ്ശിക്കഥ. നമ്മുടെ സ്നേഹം കിട്ടാതെ എത്ര പേരാണ് ചില സമയങ്ങളിൽ രാക്ഷസ രൂപം സ്വീകരിക്കുന്നത്. നമുക്ക് പലരെക്കുറിച്ചും പരാതികളുണ്ട്. എന്തൊരു പെരുമാറ്റമാണത്? എന്താണ് ഇങ്ങനെ അലറുന്നത്? എന്തിനാണ് ഇങ്ങനെ മറ്റു മനുഷ്യരെ കഷ്ടപ്പെടുന്നത്? സ്നേഹത്തിൻ്റെ ഒരു ചുംബനം മതി അവരെ മാറ്റിയെടുക്കാൻ. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ മനോഹരമായൊരു രംഗമുണ്ട്. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് വിഷമിച്ച് മനസ്സ് മുഴുവൻ നിരാശപ്പെട്ടിരിക്കുന്ന പത്രോസിനെ കടൽ തീരത്തേക്ക് തനിയെ വിളിച്ചു കൊണ്ടുപോയിട്ട് ക്രിസ്തു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമുക്കറിയാമല്ലോ, ആരെങ്കിലും നമ്മളോട് സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് നമ്മളോട് തീരാത്ത സ്നേഹമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആരോടാ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്? നമുക്ക് അവരോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ. ക്രിസ്തുവിന് തീരാത്ത സ്നേഹമുണ്ടെന്ന് പത്രോസിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു തവണയല്ല, 3 തവണ നീ എന്നെ സ്നേഹിക്കുന്നോ, നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് പത്രോസിനോട് ചോദിക്കുന്നത്. നമുക്കറിയാം, ബൈബിളിലെ മനോഹരമായ ഭാഗം പത്രോസ് ഓരോ തവണയും പറയുകയാണ്, ഉവ്വ് കർത്താവേ. വീണ്ടും ചോദിക്കുമ്പോൾ, ഉവ്വ് കർത്താവേ, നിനക്കറിയാം. വീണ്ടും ചോദിക്കുമ്പോൾ, എൻ്റെ ദൈവമേ, നീ എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് കണ്ണുനീരാണ്. പത്രോസ് പിന്നീട് എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തേജോമുഖമായ മുഖത്ത് ഒരു കണ്ണുനീരിൻ്റെ ചാലുകൾ കാണാമായിരുന്നു എന്ന് പാരമ്പര്യം പറയുന്നു. അതിൻ്റെ അർത്ഥം ആ സ്നേഹത്തെ ഓർത്ത് നിരന്തരം പത്രോസ് കരഞ്ഞുകൊണ്ടേയിരുന്നു. സ്നേഹം ഒരാളെ മാറ്റും. സ്നേഹമാണ് ഒരാളെ കരയിപ്പിക്കുന്നത്. ഇതുവരെ കരഞ്ഞിട്ടില്ലെങ്കിൽ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. സ്നേഹം നമ്മളെ കരയിപ്പിക്കും. സ്നേഹം നമ്മളെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റും. സ്നേഹമുള്ളൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ അപരനെ രാജകുമാരനെ പോലെ സൗന്ദര്യമുള്ളവരാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതിന് നമുക്ക് സാധിക്കട്ടെ. ആമേൻ. ഇന്നത്തെ പോസിറ്റീവ് വൈബ്സ് ഇവിടെ റെഡിയാണ്. പുതിയ വീഡിയോയും അതിലെ വൈബ്സും എന്താണെന്ന് നിശ്ചയിച്ച് നമ്മളോട് സംസാരിക്കുന്നു. കാണാം. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയും ആ പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ പ്രതി ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ കാണാൻ പോകുന്നത്. Pressure on yourself. Instead, focus on yourself and express yourself creatively. പെർഫെക്ഷന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം
നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒന്നാണ്. മനുഷ്യരിൽ മാത്രമല്ല, പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളിലും പരിപൂർണതയിലേക്ക് വളരാനുള്ള ഒരു പ്രവണത നിക്ഷിപ്തമാണ്. എന്നാൽ അപൂർണമായ ഈ പ്രപഞ്ചത്തിൽ പരിപൂർണത എന്നൊന്ന് സാധ്യമാണോ? ദൈവത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും നമുക്ക് പരിപൂർണത കണ്ടെത്താനായിട്ട് കഴിയുമോ? ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചിന്തയാണിത്. ജനിക്കുമ്പോൾ മുതൽ എങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആവാം, പഠനത്തിൽ, കലകളിൽ, കഴിവുകളിൽ, ജോലിയിൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്രത്തോളം പെർഫെക്റ്റ് ആകാം, എങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആകാം എന്ന് ചിന്തിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസിനെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തലമുറകളെയാണ് ഒരു തരത്തിൽ നമ്മളിന്ന് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന, ചെറിയ കുറവുകളെ പോലും ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ കഴിയാത്ത ഒരു ജനസമൂഹമാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമ്മളിന്ന് കാണുന്നുമുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ ഏറ്റവും പരിപൂർണതയോടുകൂടി, മികവോടുകൂടി ചെയ്യുവാനായി പരിശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ്. ആ മനോഭാവം പ്രധാനപ്പെട്ടതുമാണ്. എന്നാൽ നമ്മുടെ പരിശ്രമങ്ങളുടെ ഫലം എപ്പോഴും പരിപൂർണമായിരിക്കണം എന്ന് ശാഠ്യം പിടിക്കുന്നത് അൺറിയലിസ്റ്റിക്കാണ്. പരിപൂർണതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അപൂർണമായ ഫലങ്ങളെ അംഗീകരിക്കുന്നതും. കാരണം പരിപൂർണത എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിൽ മാത്രം കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ്. അപൂർണമായ സൃഷ്ടികളുടെ പ്രവൃത്തികൾ എത്ര മികവുറ്റതാണെങ്കിലും അത് അപൂർണം തന്നെയായി ഭവിക്കുകയുള്ളൂ. ജീവിതത്തിലെ ചെറിയ ചെറിയ അപൂർണതകളെ, കുറവുകളെ ഉൾക്കൊള്ളുവാനായി കഴിഞ്ഞാൽ ജീവിതം ഒരുപാട് അനായാസമാകും. ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാനും ജീവിതത്തെ കൂടുതൽ പോസിറ്റീവായിട്ട് കാണാനും ആസ്വദിക്കുവാനും നമുക്ക് കഴിയും. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുകയാണ്. സംഗീതവും ചിന്തകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ശാലോം ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605 818881.